ഹലോ, വെൽക്കം ടു പാറൂസ് പാൻട്രി. പാറൂസ് പാൻട്രിയിൽ ഇന്നൊരു പുലാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ പുലാവ് എന്ന് പറയണത്, അതായത് ഇന്നത്തെ റെസിപ്പി എന്ന് പറയണത്, നമുക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഇറച്ചിയോ ഒന്നും ഇല്ലാത്തൊരു സമയത്തും വെക്കാൻ പറ്റുന്നതാണ്. നമുക്ക് മസൂർ ദാൽ, ഹോൾ മസൂർ ദാലാണ്. ഹോൾ മസൂർ ദാൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പുലാവ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളധികം നെയ്യോ അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പാറൂസ് പാൻട്രി ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയെങ്കിൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റും. സോ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് 1 കപ്പ് ബസ്മതി റൈസും 1/2 കപ്പ് മസൂർ ദാലുമാണ്. ഹോൾ മസൂർ ദാലാണ്. ഇതാണ് റേഷ്യോ. 1 കപ്പിന് 1/2 കപ്പ് മസൂർ ദാൽ. മസൂർ ദാൽ എന്ന് പറയണത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓറഞ്ച് കളറുടെ ദാൽ, മസൂർ ദാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിൻ്റെ ഒരു ഹോൾ ഫോമാണ് ഈ ഹോൾ മസൂർ ദാൽ. ഇതിൻ്റെ ഈ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര പ്രോട്ടീൻ റിച്ചാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദാലാണിത്. പിന്നെ ഗ്യാസിൻ്റെ ഒന്നും പ്രോബ്ലം ഒന്നും അതിൽ വരാത്തൊരു ദാലാണ്. തന്നെ പെട്ടെന്ന് ഇത് കുക്കാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ദാലൊന്ന് വാഷ് ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. റൈസും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വാഷ് ചെയ്താൽ ഇത് കുക്കാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോകത്തൊന്നുമില്ല. നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നിങ്ങളതൊന്ന് വാഷ് ചെയ്തൊരു 15 മിനിറ്റ്സ് വയ്ക്കുക. ഇനി മസൂർ ദാൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പോട്ട് വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച മസൂർ ദാൽ ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിലല്ല ഇത് കുക്ക് ചെയ്യുന്നത്. കുക്കറിൽ കുക്ക് ചെയ്യേണ്ട. ഇത് ഈ പാത്രത്തിൽ മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വരും. ഇതൊരു 80% കുക്ക് ചെയ്താൽ മതി. ബാക്കി നമ്മൾ പുലാവ് ആക്കുമ്പോഴാണ് കുക്കാവുന്നത്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചൊരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഇനി റൈസ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് വെള്ളം വെക്കുക, ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. പിന്നെ കുറച്ച് മസാലകൾ, അതായത് ബ്ലാക്ക് ജീരയാണ് ഇട്ടേക്കുന്നത്. ബ്ലാക്ക് ജീര, ഒരു ഏലക്ക, ഒരു ബേ ലീഫ്, ഇത് നമ്മുടെ ഫ്ലവർ ഉണ്ടല്ലോ, ബ്ലാക്ക് കാഡമം, പിന്നെ 2 ചെറിയ പട്ടക്കഷ്ണം, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ. ഇത്രയും ഒഴിച്ചിട്ട് ഇത്രയും നമ്മൾ ഈ വെള്ളത്തിനകത്ത് ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ഈ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കണം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുത്തിട്ട്, ഈ റൈസ് ഇതുപോലെ തന്നെയാണ് ഒരു 80% നമുക്ക് വേവിച്ചാൽ മതി. ഒരുപാട് അങ്ങ് വെന്ത് പോവരുത്. അതൊരു തിളച്ച് കഴിഞ്ഞ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പയ്യെ കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മസാലയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി മസാലകൾ ചേർത്ത് കൊടുക്കാം. ബ്ലാക്ക് ജീര ഉണ്ടെങ്കിൽ ഇടുക കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ഏലയ്ക്ക, ഗ്രാമ്പൂ, പിന്നെ ബേ ലീഫ്, ഇത് ഇത്ര ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഈ ബ്ലാക്ക് ജീര ഫ്രൈ ആകുമ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇത് നല്ല ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഒരു പൊട്ടറ്റോ, ഇതിപ്പം ഒരു ചെറിയൊരു പൊട്ടറ്റോ എടുത്ത് ഇങ്ങനെ ക്യൂബാക്കി കട്ട് ചെയ്തേക്കാണ്. ഒരു പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്, കട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഒരു 8-10 പനീറാണിത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. ഇത് രണ്ടും ഇല്ലെങ്കിലും ഈ പുലാവ് നല്ല ടേസ്റ്റാണ് ദാൽ വെച്ചിട്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് പുലാവിന് ഇടയ്ക്ക് ഒന്നിങ്ങനെ ഫ്രൈ ആയത് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയേ. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് കുക്കാക്കണ്ട, കാരണം നമ്മൾ റൈസിൻ്റെ കൂടിയിട്ടിട്ട് വീണ്ടും ഇത് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഫ്രൈ ആയിട്ടുണ്ട്, പുറത്തൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ പൊട്ടറ്റോ കംപ്ലീറ്റ്ലി കുക്കായിട്ട് ഉണ്ടാവില്ല. പെട്ടെന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിന് കോരിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കോരിയെടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ പനീർ നമ്മൾ പിന്നെ മസാലയൊക്കെ വഴറ്റുമ്പോഴത്തേക്ക് പൊട്ടിപ്പോവും കിടന്നിട്ട് നമ്മൾ ഇളക്കുമ്പോഴേ. അതുകൊണ്ടാണ് ഞാൻ കോരി മാറ്റുന്നത്. അതല്ല നമ്മൾ ഫ്രൈ ചെയ്ത ഒണിയൻ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മസാല ഇട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം നമുക്ക് വഴറ്റേണ്ട കാര്യമില്ലല്ലോ, ഫ്രൈ ആയ ഒണിയനല്ലേ. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ നിങ്ങളിത് എടുക്കേണ്ട, ഡയറക്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒനിയൻ അല്ലാതെ കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റിയെടുത്തിട്ട് ഇതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ച് ഒരു ഒനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടതാണ്. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഇത്തിരി ഉപ്പൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ഒനിയൻ ഒന്ന് വാടുമ്പോഴത്തേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊരു 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒനിയന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് വഴലണം കേട്ടോ. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് കുക്കായെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. റൈസ് ഏകദേശം 80% കുക്കായിട്ടുണ്ട് കണ്ടോ, ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകാത്ത പരുവം. ഇനി നമുക്ക് റൈസ് അങ്ങ് മാറ്റിയെടുത്തിട്ട് ഒന്ന് വെള്ളം പോകാനൊന്ന് വെക്കാം, ഒന്ന് മാറ്റിയെടുക്കാം. റൈസ് മാറ്റേണ്ട സമയം കൊണ്ട് ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്, ഉള്ളി ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, ചേർത്ത് കൊടുക്കുക. കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ് കേട്ടോ, വറുത്ത് പൊടിച്ചതും, ഒരു ഇത്തിരി പെപ്പറും കൂടെ. അപ്പം ജീരകം പൊടിച്ചത് ചേർക്കാൻ നോക്കുക, ഒരു നല്ല ടേസ്റ്റാണ് ഈ പുലാവിന്. അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം, ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം ഇതെല്ലാം നന്നായിട്ട് പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം അത് വഴറ്റണം കേട്ടോ, ഞാനത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ചേർക്കുന്നത് ഒരു തക്കാളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ്. എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലായിരുന്നതാണ് ഞാൻ തക്കാളി പേസ്റ്റ് ചേർത്തത്. നിങ്ങളുടെ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഇട്ട് വഴറ്റിയാൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഒന്ന് വഴറ്റിയിട്ട് പിന്നെ തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്തേക്ക് നമുക്ക് മസൂർ ദാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേവിച്ചിട്ട്. ഇത് നമുക്കിത് ഈ മസാലയ്ക്കകത്ത് ചേർത്ത് കൊടുക്കണം. എന്താ ഒരുപാട് അങ്ങ് വെന്തൊന്നും പോയിട്ടില്ല, നമുക്കിങ്ങനെ പ്രസ് ചെയ്താൽ അറിയാൻ പറ്റും, അങ്ങ് അമങ്ങി പോണില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി ഇതിനകത്തുനിന്ന് ഞാനില്ലേ 1 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ബാക്കി മസാലയുടെ അല്ലാതെ കുറച്ചൊന്ന് റൈസിനകത്ത് ഇങ്ങനെ കിടക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി നമ്മൾ ഇതിനകത്തിട്ടിട്ട് ഇത് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. വളരെ സാവധാനം യോജിപ്പിച്ചാൽ മതി, ഒത്തിരി ഉടഞ്ഞു പോവാതെ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും പനീറും കൂടെ ഈ സമയത്ത് ഇതിനകത്തോട് ചേർത്ത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഒന്ന് സാവധാനം യോജിപ്പിച്ചെടുക്കണം, മസാലയൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ. എന്നിട്ട് ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് ഒരുപാട് വേണ്ട, കാരണം ഇതൊന്ന് മസാലയൊക്കെ ഇതുമായിട്ടൊന്ന് യോജിക്കുകയും ചെയ്യണം. പിന്നെ ഈ സ്റ്റീമിന്, ഈ വാട്ടറിൻ്റെ സ്റ്റീമിലാണ് നമ്മൾ ഇതിൻ്റെ മേളിൽ റൈസ് ഇടുമ്പോൾ ആ സ്റ്റീം ഈ വാട്ടറിൽ കിട്ടി ഈ ബാക്കി കുക്കാവേണ്ട പൊട്ടറ്റോയും റൈസും എല്ലാം കുക്കാവേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട കേട്ടോ. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് മസാലയൊക്കെ ഇതിൽ നിന്ന് പിടിക്കട്ടെ. അത്രയൊന്ന് ചെയ്യാണ്, നമ്മൾ കുറച്ച് നേരം ഒന്ന് വെക്കണം. ഈ സമയത്ത് വേണം നമ്മൾ എന്നിട്ട് നമുക്ക് ഉപ്പും മസാലയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഗരം മസാല അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി വെക്കണം. അപ്പോൾ ഏകദേശം ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഞാനൊരു 2-3 പച്ചമുളക്, അതായത് കളറുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാപ്സിക്കം ഇട്ടോ കേട്ടോ. പിന്നെ ഇത്തിരി മല്ലിയിലയും കൂടി ഇതിൻ്റെ മേളിലിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റൈസ് ഇടാൻ പോവാണ്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ്, ഇതിപ്പോൾ റൈസ് കണ്ടാൽ അറിയാം ഒട്ടും ഉടഞ്ഞിട്ടും ഒന്നുമില്ല. ഈ റൈസ് നമുക്ക് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. റൈസ് എല്ലാം ഇട്ടു. ഇനി ഇതിൻ്റെ മേളിൽ ഞാനൊരു ഇത്തിരി ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ റൈസിനോടൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനൊരു ശകലം പിന്നെ ഒനിയനും കാഷ്യൂനട്ടും ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ ഉണ്ടെങ്കിൽ മതി. അതിൽ ഇത്തിരി ഒനിയൻ, ഒരു ഹാഫ് പീസ് ഒനിയൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ്. പിന്നെ കാഷ്യൂ നിങ്ങളുടെ റൈസിൻസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മിൽക്ക് എടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ മിൽക്ക് ഒന്ന് ചൂടാക്കി ഒന്ന് തിളപ്പിച്ചു. ഓവൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് അത് നമ്മൾ ഈ റൈസിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുക. അല്ലാതെ നമ്മൾ അഡീഷണൽ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇതൊന്ന് അതിൻ്റെ മേളിലൊന്ന് ഒഴിച്ചു. കൂടെ നമ്മൾ മാറ്റി വെച്ചിരുന്ന മസൂർ ദാലില്ലേ, ഹോൾ മസൂർ ദാൽ, അതുകൂടെ നമുക്ക് ഇതിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പുലാവ് പിന്നെ നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് ഈ ദാലൂടെ മിക്സായിട്ട് ഒരു നല്ല ടേസ്റ്റാണ് അതിന്. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ മേളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരിത്തിരി മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഇതിനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സിമ്മിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഈ സമയം കൊണ്ട് ബാക്കി വേവാനുള്ള പൊട്ടറ്റോ കിഴങ്ങില്ലേ അതിട്ടതും റൈസും എല്ലാം കറക്റ്റായിട്ട് കുക്കായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ആ മോയ്സ്ചറൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത്
ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാം. ഞാനിതിനകത്ത് ഓയിലും ഗീയോ ഒന്നും അഡീഷണൽ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പിൽ കുറച്ച് ഗീയോ അങ്ങനെ എന്തൊക്കെ ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതിപ്പോൾ നമ്മൾ മാക്സിമം ഹെൽത്തി ആയിട്ടാണ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഏകദേശം 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ടെല്ലാം റെഡിയായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. നല്ല സ്മെല്ലൊക്കെയാണ് നമ്മളുടെ മസാലയുടെയൊക്കെ. പിന്നെ ടേസ്റ്റ് ആണെങ്കിലും നല്ലതാണ് മസൂർ ദാലിൽ വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. ഓക്കെ, സോ പുലാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും റൈസൊക്കെ നല്ല കളറൊക്കെ ആയിട്ട്. നമ്മൾ ആ യെല്ലോ ചേർത്തതേ ഉള്ളൂ. പിന്നെ മസാലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. പൊട്ടറ്റോയും പനീറും ഒക്കെ നല്ല ദാലും ഒക്കെ മസാലയിലൊക്കെ നല്ല മിക്സ് ആയിട്ടുണ്ട്. അപ്പം വളരെ ഈസിയാണ് ചെയ്യാൻ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വെജിറ്റബിൾസും ഇറച്ചിയൊന്നും ഇല്ലാത്തൊരു സമയത്തും ഇതുപോലൊരു റൈസ് ലഞ്ചിനായാലും ഡിന്നറിനായാലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.